ഇത് ഭർത്താക്കന്മാർക്ക് പഠിക്കാൻ അവസരങ്ങളുണ്ട്. പള്ളിയിൽ, ദർസുകളിൽ, സ്ഥാപനങ്ങളിൽ, കോളേജുകളിൽ, പുസ്തകങ്ങളിൽ, പ്രഭാഷണങ്ങളിൽ, പ്രബന്ധങ്ങളിൽ, കാസറ്റുകളിൽ, സമ്മേളനങ്ങളിൽ എല്ലാം ഭർത്താവ് ഇങ്ങനെ കേട്ടുപഠിക്കുമ്പോൾ വീട്ടിന്റെ അകത്ത് 3-ാം ക്ലാസ് വരെ മദ്രസയിൽ പോയി, പിന്നെ പ്രായമായി പോയി മോളെന്ന് പറഞ്ഞ് മദ്രസ പഠനം നിർത്തിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് പഠിക്കാൻ അവസരമുണ്ടോ? അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഭർത്താക്കന്മാരാണ്. വലിയ ശുദ്ധിയുടെ കുളിയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം എന്തെന്നറിയോ? ഒരു പെണ്ണിന് മാസരക്തം പുറപ്പെട്ടിട്ട് കുളി ശരിയാകാതെയാണ് കുളിച്ച് കയറിയതെങ്കിൽ അവൾ ഓതുന്ന ഖുർആൻ ഹറാമല്ലേ? ആ പെണ്ണ് ചെയ്യുന്ന സുജൂദിന് പോലും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ശിക്ഷയില്ലേ? അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് പൊന്നാര നബി തങ്ങൾ പറഞ്ഞത്, എടോ ഭർത്താക്കന്മാരെ, ഭാര്യമാരെ കൊണ്ട് ഒരുക്കി ചമച്ചുകൊണ്ട് നടന്നാ പോരാ. എവിടെയൊക്കെ പഠനവേദികളുണ്ടോ അവിടെ കൊണ്ടിരുത്തിയിട്ട് നിന്റെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കണേ.